അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ ഒതുക്കാൻ കഴിയാതെ അതല്ലെങ്കിൽ ഒതുങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന ഒരാളാണ് അമീർ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞൊരു സഹോദരൻ. അയാൾ എപ്പോഴും യൂട്യൂബിലും മറ്റുമായി കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഔലിയാക്കന്മാരുടെ കഥ പറഞ്ഞോ ആ ഔലിയായിനെ തേജോബലം ചെയ്തുകൊണ്ട് വന്ന് പറയുന്ന ഒരാളിൽപ്പെട്ട ആളാണ്. അതേ രൂപത്തിൽ തന്നെ ഇപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ളത് സാലിം ഫൈസി നമ്മളെ വേങ്ങര കോയപ്പാപ്പാൻ്റെ ഒരു കഥ പറഞ്ഞു. കോയപ്പാപ്പാൻ്റെ കഥ പറഞ്ഞത് കോയപ്പാപ്പ കൂടുതലും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നത്രേ. കാക്കകൾക്കാണത്രേ കൂടുതൽ ഭക്ഷണം കൊടുക്കാറുള്ളത്. അപ്പോൾ കോയപ്പാപ്പാനോട് ആരോ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാക്കകൾക്ക് ഇങ്ങനെ വല്ലാതെ ഭക്ഷണം കൊടുക്കുന്നത്? അപ്പോൾ കോയപ്പാപ്പ പറഞ്ഞത്രേ, ഏറ്റവും പറവകളിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ കാക്കകൾ. അപ്പോൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച കാക്കകളോ അതല്ലെങ്കിൽ ആ കാക്കകളുടെ പേരമക്കളോ ഒക്കെ ആയിരിക്കുമല്ലോ, ആ പേരക്കുട്ടികളോ അതല്ലെങ്കിൽ അങ്ങനെ കാക്കകളെ കണ്ട കാക്കകളൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടിക്കൊണ്ടാണ് ആ കാക്കകളുടെ ആ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടിക്കൊണ്ടാണ് ഞാനിങ്ങനെ കാക്കകൾക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്ന് നമ്മളെ സാലിം ഫൈസി പ്രസംഗിച്ചു. സാലിം ഫൈസിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം നമുക്ക്. കോയപ്പാപ്പ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. മുമ്പ് ജീവിച്ചിരുന്ന കാലത്ത് കാക്കകൾ ധാരാളമായി നാട്ടിലിങ്ങനെ വട്ടട്ട് പറക്കും. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മഹാനവറുകളോട് ചോദിച്ചു, എന്തിനാ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രേ കാക്കകൾ ഒരുപാട് കാലം ജീവിക്കുന്ന ജീവികളാണ്. 1000 കൊല്ലം 1500 കൊല്ലമൊക്കെ ജീവിക്കും. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഈ കാക്ക മുത്തുനബിനെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മറുപടി പറഞ്ഞു എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ രോമങ്ങൾ എടുത്തു പിടിക്കണം. അതിന്റെ സംഗതി സംഭവം ശരിയാണല്ലോ. ഇങ്ങനത്തെ ഒരു കഥകൾ കേൾക്കുമ്പോൾ ഈ ആദി വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ രോമങ്ങളൊക്കെ എടുത്തു പിടിക്കും. അത് ഈമാനുള്ള ആളുകൾക്കേ അത് സംഭവിക്കുള്ളൂ. ഈമാനില്ലാത്ത ആളുകൾ അതിനെ പരിഹസിക്കാനേ ശ്രമിക്കുകയുള്ളൂ. ആ പറഞ്ഞതിനെ പരിഹസിക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഏതുപോലെ നമ്മളുടെ അമീർ ഒതുക്കുങ്ങലിനെ പോലെ. അമീർ ഒതുക്കുങ്ങൽ അതിനെ പരിഹസിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. വലിയ തള്ളല് തള്ളിയിട്ട് പറയാണ്, ഭൂലോക വിഡിത്തം വിളമ്പിയിട്ട് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളെ രോമം അങ്ങനെ എടുത്തു പിടിക്കണമെന്ന്. എടുത്തു പിടിക്കാൻ പറ്റേ എണീറ്റ രോമത്തിനോടൊക്കെ അവിടെ തന്നെ എടുക്കാൻ പറയും. കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാ. ആയിക്കോട്ടെ, എന്നാ എണീറ്റ രോമങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ. ഇനി കുറച്ച് കാര്യങ്ങളോ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആര്? നമ്മൾ അമീർ ഒതുക്കുങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്നാ ഇനി അവിടെ തന്നെ കിടക്കട്ടെ. എണീറ്റ രോമങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ. എന്നാ ഇനി ഒന്ന് പറഞ്ഞോ. ഇവിടെ 1ാം ക്ലാസ് പഠിക്കണ 5 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഒരു ഭൗതിക പരിജ്ഞാനം പോലും വിജ്ഞാനം പോലും ഈ തലയിൽ കെട്ടിട്ട മൊല്ലമാർക്കില്ലല്ലോ. അതെന്റെ അത്ഭുതം. അത്രയും അന്തവൽക്കില്ലെന്നാ പറഞ്ഞത്. എന്നെ അത്ഭുതപ്പെടുത്തി അതിലേ. എന്നാ എന്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ആ വിഷയം എന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം? ഇവരാണല്ലോ സമുദായത്തിനെ നയിക്കുന്നത്. എന്നെ അങ്ങനെ അത്ഭുതപ്പെടുത്തിയാണ്ട് എങ്ങനെ ഓരോ സമുദായത്തിനെ നയിപ്പിക്കാൻ പറ്റുമോ? ഇജ്ജ് പറയാ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയും. ഇവരൊക്കെയാണ് ഈ സമുദായത്തിന്റെ വഴികാട്ടികൾ എന്നാണല്ലോ മറ്റു സമുദായക്കാർ മനസ്സിലാക്കണത്. അതിന് സംശയമൊന്നുമില്ല. ഓല് മനസ്സിലാക്കണം അങ്ങനെ തന്നെ. മറ്റു സമുദായക്കാർ മനസ്സിലാക്കുന്നത് തലി കെട്ടി താടി വെച്ച നല്ല വെള്ള വസ്ത്രധാരികളായ പണ്ഡിതന്മാര് തന്നെയാണ് ഈ സമുദായത്തിനെ നയിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ തന്നെയാണ് താനും. എന്റെ മാതിരി കാലിസറായി പേനിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. അത് വേറെ വിഷയം. ഇതൊന്ന് പറയേ. എങ്ങനെയാ പോലെ ഈ സമുദായത്തിനെ കളിയാക്കാതിരിക്കുക? സമുദായത്തിനെ മറ്റു സമുദായക്കാർ ആരും കളിയാക്കുന്നില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മറ്റു സമുദായക്കാർ ആരും കളിയാക്കുന്നില്ല. നിന്നെ പോലത്തെ ആളുകൾ ഈ സമുദായത്തിനെ നയിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരെ കളിയാക്കുന്നുണ്ട്. നിന്നെ പോലത്തെ ആളുകൾ, അല്ലാതെ മറ്റു സമുദായക്കാരും പരിഹസിക്കുന്നില്ല. പറ കാക്കകൾക്ക് 1000-1500 കൊല്ലം ആയുസ്സുണ്ടാവും. അത്രേ എവിടുന്ന് കിട്ടിയുള്ളത്? കാക്കക്ക് 1000-1500 കൊല്ലം വരെ ആയുസ്സുണ്ടാവും എന്നുള്ളത് ഈ കാക്കാനോട് ഏത് കാക്കയെ പറഞ്ഞത്? അങ്ങനെ എത്രത്തോളം ആയുസ്സുണ്ട് ഇവന് അതിന് കാക്കാന്ന് വിളിക്കാൻ പറ്റൂല, വല്യാപ്പാന്ന് വിളിക്കേണ്ടി വരും. കാരണം നമ്മളെക്കാട്ടി 2, 3, 4 വയസ്സൊക്കെ കൂടുതൽ നമ്മൾ സാധാരണ കാക്കാന്ന് വിളിക്കല്. ഇത്രയും ആയുസ്സുള്ള ഈ ജന്തുവിനാരെ കാക്കാന്ന് പേരിട്ടുന്ന എന്റെ അത്ഭുതം. വല്ലിപ്പാപ്പാന്നൊക്കെ പേരിടേണ്ടീനു. അത് ശരി, ഇതാ പന്റെ പ്രശ്നല്ലേ. കാക്കക്ക് 1000 കൊല്ലം വരെ ജീവിക്കാൻ ആയുസ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ആ കാക്കക്ക് ആരെ കാക്കാന്ന് പേരിട്ടു എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം.
നമ്മളെക്കാൾ 2-3 വയസ്സ് കൂടുതലുള്ള ആളുകളെ നമ്മൾ കാക്കാന്ന് വിളിക്കുന്നു. അപ്പം ഇത്രയും വയസ്സ് കൂടുതലുള്ള കാക്കനെ എങ്ങനെ കാക്കാന്ന് വിളിക്കുക? അതിന് വല്ലിപ്പാപ്പാന്ന് വിളിക്കണ്ടേ? അങ്ങനെ വിളിക്കാതെ എങ്ങനെയാണ് പിന്നെ അത് കാക്ക ആകണത്? ആരും ഇതിന് കാക്കാന്ന് പേരിട്ടു? കാക്കാന്നല്ല പേരുണ്ട്, വല്ലിപ്പാപ്പാന്നാ പേരുണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഈ സമുദായത്തിനെ നയിക്കാൻ വരെ പറ്റൂല എന്ന് പറയുന്നത്. എന്താ പിന്നെ അമീറജി പറയണത്? ഇവിടെ ഒരു കാക്കന്റെ ആയുസ് എത്ര എന്നറിയോ? മാക്സിമം പോയി കഴിഞ്ഞാൽ 15 കൊല്ലം. അവൻ ആ കൂട്ടിലിട്ട് വളർത്തുന്ന കാക്കയാണെങ്കിൽ 20 കൊല്ലം. ആരോട് 1000 കൊല്ലൊക്കെ ഒരു കാക്കക്ക് ആയുസ് ഉണ്ടാവുന്ന? ഏത് പിശാചാണ് ബലമാക്കി പറഞ്ഞു കൊടുക്കണത്? ആയിക്കോട്ടെ അമീറെ, നമുക്കൊരു കാര്യം ചെയ്യാം. കാക്കക്ക് 15 കൊല്ലം, സാധാരണ പറന്ന് ജീവിക്കുന്ന കാക്കകൾക്ക് 15 കൊല്ലം ആയുസ്. ഇനി കൂട്ടിലിട്ട് വളർത്തുന്ന കാക്കകളാണെങ്കിൽ 20 കൊല്ലം, മാക്സിമം 20 കൊല്ലം ആയുസ്. ആയിക്കോട്ടെ, ഇപ്പോൾ 1000 കൊല്ലം എന്നൊരാൾ പറഞ്ഞു എന്ന് വെക്കുക. അത് കിതാബിലും തിരുസുന്നത്തിലൊന്നും വന്നതല്ലല്ലോ. ഒരാൾ ഇനി 1000 കൊല്ലം വരെ ജീവിക്കും എന്ന് പറഞ്ഞു. മനുഷ്യരുടെ വയസ്സെത്രയാണ്? മാബൈന ഉമ്മത്തി സിത്തീന വസബീന, അല്ലേ? 60-ന്റെയും 70-ന്റെയും വയസ്സിലാണെന്നാ. അതിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ തച്ചൊല്ലണമെന്നൊന്നും അല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതേമാതിരി ഒരാൾ ഇനിയിപ്പോൾ 120 കൊല്ലം, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കണ്ടില്ലേ എത്ര, ഈ 140 കൊല്ലം വരെ ജീവിച്ച ഒരു സംഗതി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നൊരു ഉമ്മാമാനെ പൂക്കാട്ടിരി, വളാഞ്ചേരി പൂക്കാട്ടിരിയിൽ 120 140 എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ റെക്കോർഡ് നേടിയ ജീവിതമല്ലേ ആകെ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. പിന്നെ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. എന്നതുപോലെ മാക്സിമം കാക്കയെ കൂട്ടിലിട്ട് വളർത്തുന്ന കാക്കയാണെങ്കിൽ പിന്നെ ആയിക്കോട്ടെ 20 കൊല്ലം. ഇനി അതല്ല അതിൻ്റെ അപ്പുറം പോകുകയാണെന്ന് വെച്ചാലോ, അതിൻ്റെ അപ്പുറം പോകുന്നുണ്ടെങ്കിലോ, ചിലപ്പോൾ അത് പിന്നെ 1000 കൊല്ലം ജീവിക്കുന്നുണ്ടെങ്കിലോ, അതൊന്നും വെച്ച് പറഞ്ഞുകാണ്ട് ഇവരെ നേതൃത്വം വഹിക്കാൻ പറ്റൂല എന്നും ആരാണ് ഇവരെ സമുദായത്തിൻ്റെ നേതാക്കളാക്കി എന്നൊന്നും പറയാനുള്ള ഒരു മാനദണ്ഡം അല്ലല്ലോ പൊന്നാര അമീറെ അത്. പിന്നെ എന്തിനാണ് വെറുതെ കടന്നുകാണ്ട് ഈ വിഷയത്തിൽ കടന്ന് ചാകുന്നത്? അനക്ക് അതല്ല പ്രശ്നം. ഔലിയാക്കന്മാരെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം. കോയപ്പാപ്പാന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ പ്രശ്നം. ഏതായാലും ബാക്കിയും കൂടി പറയട്ടെ. എന്തെല്ലാം പൊട്ടത്തനാണ് ഈ പറയണത്? അപ്പൊ കോയപ്പാപ്പ അവിടെ ഇങ്ങനെ വീഡിയോ കോളേജിൽ ഇരിക്കുമ്പോ കാക്കകളൊക്കെ പരിസരത്ത് വരുമ്പോ കയ്യിലുള്ള ഭക്ഷണം ഇട്ട് കൊടുക്കും. കയ്യിലുള്ള ഭക്ഷണം ഇട്ട് കൊടുക്കും. അതേ കയ്യിലുള്ള ഭക്ഷണം എന്ത് ചെയ്യും? കോയപ്പാപ്പ ഇട്ട് കൊടുക്കും. അത് കാക്കകൾക്ക് ഇട്ട് കൊടുക്കും. അത് കാക്കകളാണ് കൂടുതൽ അവിടെ പിന്നെ ഉണ്ടാവാറുള്ളത്. അപ്പൊ കൂടുതൽ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ആളുകൾ ചോദിച്ചപ്പോൾ കോയപ്പാപ്പ പറഞ്ഞതാണ് എന്ത് ചെയ്തത്? സാലിം ഫൈസി പറഞ്ഞത്. ഇനി ബാക്കി പറയാം. അതിനുള്ള വ്യാഖ്യാനാണ് ഇപ്പൊ എന്ത്? കാക്കകൾ എന്ന് പറഞ്ഞാൽ 1000-1500 കൊല്ലൊക്കെ വയസ്സുള്ള കാക്കകളുണ്ടാവും. അപ്പൊ നബിനെ കണ്ട കാക്കയായിരിക്കും. ആ കാക്കയോടുള്ള ബഹുമാനം, നബിനോടുള്ള ബഹുമാനം കാക്കക്ക് എന്നാ കൊടുക്കുക? ഇത് ഏതെങ്കിലും തലക്ക് വെളിവില്ലാത്ത ഒരു മൊല്ല മാത്രം പറയണ കഥല്ല. ഒരു മൊല്ല മാത്രമല്ല പറയണത്, ഒരുപാട് മൊല്ലന്മാര് പറയുന്നുണ്ട് അമീറോ. ഒരുപാട് മൊല്ലന്മാര് പറയുന്നുണ്ടടാ. അങ്ങനെ തന്നെയാണ്. കാരണം ഈ സൗദി അറേബ്യയിൽ പോയിട്ടുണ്ടോ? മക്കത്തേക്ക് പോയിട്ടുണ്ടോ? മക്കത്ത് പോയിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കഴിഞ്ഞാൽ പിന്നെ കാണപ്പെടുന്ന ജീവി ഏതാ എനിക്ക്? അത് പ്രാക്കളയാണ്. മക്കത്ത് പോയാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുക ജനങ്ങളെ കഴിഞ്ഞാൽ പിന്നെ കാണപ്പെടുക പ്രാക്കളയാണ്. ആ പ്രാക്കളെ അവിടെ സംരക്ഷിക്കണ രൂപം എനിക്കറിയോ? പ്രാക്കളെ സൗദി അറേബ്യയിൽ സംരക്ഷിക്കണ എങ്ങനെ എനിക്കറിയോ? എന്നാൽ മനസ്സിലാക്കിക്കോ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രാക്കളെ, ആയിരക്കണക്കിന് പിന്നെ പണിക്കാരെ വെച്ച് 10,000-കണക്കിന് റിയാൽ കൊടുത്ത് പിന്നെ ശമ്പളം കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. എങ്ങനെ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന പ്രാക്കളുണ്ട് അവിടെ. ആ പ്രാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് ആയിരക്കണക്കിന് പണിക്കാരുണ്ട് അവിടെ. ആയിരക്കണക്കിന് പണിക്കാരുണ്ട്. ആയിരങ്ങൾ റിയാലുകൾ എണ്ണിക്കൊടുത്തിട്ടാണ് അവരെ ശമ്പളത്തിന് വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യണത്? നോക്കുന്നത്. ആരെ? ഈ പ്രാക്കളെ നോക്കുന്നത്. എന്തിനാ അറിയോ? ആ പ്രാക്കളെ കൊല്ലൂല. ആ പ്രാക്കൾക്ക് പമ്പേഴ്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അവരെന്ത് ചെയ്യാണ്? അതിലെ നടക്കുകയാണ്. അവരവിടെ പിന്നെ അതിലെങ്ങനെ തൂരി ഇതാക്കിക്കൊണ്ട് നടക്കുമ്പോൾ അത് ശരിയാക്കാൻ, വൃത്തിയാക്കാൻ വേണ്ടിക്കൊണ്ട് ആയിരക്കണക്കിന് റിയാൽ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ പണിക്കാരെ വെച്ചിട്ടുള്ളത്. ഒരൊറ്റ പ്രാക്കളെ അവിടെ തച്ചൊല്ലൂല. കൂട്ടമായിട്ടാണ് വന്നിരിക്കും. അതെന്തുകൊണ്ടാണ് എനിക്കറിയോ ആ പ്രാക്കൾ ആക്രമിക്കാത്തത്?
എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗർ ഗുഹയിൽ ഇരുന്നപ്പോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുഹാമുഖത്ത് ഇരുന്ന 2 പ്രാക്കളുണ്ട്. ശത്രുക്കൾ തെരഞ്ഞപ്പോൾ ആ ഗുഹന്റെ മുൻ ഭാഗത്ത് ഇരുന്ന് അവര് 3 ദിവസക്കാലത്തോളം നിന്നുന്നാണ്. അവർക്ക് മുട്ടുകാല് വേദന ഒന്നും ഉണ്ടായിട്ടില്ല. അവരൊരേ നൃത്തം നിന്നു. ആ പ്രാക്കളുടെ പേരക്കുട്ടികളാണ് അവിടെയുള്ള ആ പ്രാക്കൾ. അതുകൊണ്ട് ആ പ്രാക്കളെ നോക്കാൻ വേണ്ടിക്കൊണ്ട് സൗദിയൻ ഗവൺമെന്റ് ആയിരക്കണക്കിന് റിയാല് ചെലവഴിച്ച് 100 കണക്കിന് പണിക്കാരവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് വർത്തമാനം അവർക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ അവർക്ക് ഗോതമ്പ് കൊണ്ടുപോകും, നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോകും. എന്തിനാ ഗോതമ്പ് കൊണ്ടുപോകണം അറിയോ? അവർ പോകുമ്പോൾ ചിന്തിക്കും, പടച്ചോനെ എൻ്റെ മുട്ടുംകാല് വേദന മാറാൻ വേണ്ടിക്കൊണ്ട് 3 ദിവസം ഒരേ നിൽപ്പ് നിന്ന പ്രാക്കൾക്ക് ഞാൻ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മുട്ടുംകാല് വേദന മാറണം എന്നുള്ള നെയ്യത്തും വെച്ചിട്ട് ഗോതമ്പ് ഇട്ട് കൊടുക്കും. അതുപോലെ ഊരവേദന, തണ്ടൽ വേദന ഉള്ള ആളുകൾ 3 ദിവസം ഒരേ നിൽപ്പ് നിന്ന പ്രാക്കൾക്ക് തണ്ടൽ വേദനയോ മറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എൻ്റെ തണ്ടൽ വേദന മാറിക്കിട്ടണം, ഇനി ഞാൻ ആ പ്രാക്കൾക്ക് ഭക്ഷണം തീർച്ചയാക്കുന്നു, പ്രാക്കൾക്ക് കൊണ്ടിടുക. പഴയ കാലഘട്ടം മുതലേ അങ്ങനെയാണ്. ഇജ എവിടെയായിരുന്നു ഇതൊക്കെ പറഞ്ഞ ഇജ എവിടെയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലിരുന്ന പ്രാക്കളുടെ പേരക്കുട്ടികളാണ്. ആ പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടിക്കൊണ്ടാണ് സൗദി അറേബ്യയിൽ മക്കയിലും മദീനയിലുമൊക്കെ ആ പ്രാക്കളൊന്നും ചെയ്യൂല. ഇജ് വഹാബിയാണല്ലോ, നിങ്ങൾ പെട്ടെന്ന് മണ്ടയിൽ മക്കയിലേക്ക് നോക്കൂ മദീനയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. എന്തേ അതൊന്നും എനിക്ക് നോക്കാൻ പറ്റും? ഈ പ്രാക്കളും കാക്കകളും കൂട്ടത്തിൽ ഇവിടെ മറ്റേ നമ്മളെ ഭയങ്കര കോയപ്പാപ്പ എന്ത് ചെയ്തു? ഭക്ഷണം കാക്കകൾക്ക് കൊടുക്കുന്നു. കാക്കകൾക്ക് കൊടുക്കണം എന്തിനാണ്? കോയപ്പാപ്പാന്റെ ദൃഷ്ടിയിൽ കോയപ്പാപ്പ കേട്ടിട്ടുള്ളത് കാക്കകൾ ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്, കേട്ടിട്ടുള്ളത്. ആ കേട്ടത് അടിസ്ഥാനത്തിൽ കാക്കകൾക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നു. എന്തിനു വേണ്ടിക്കൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയോ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കാക്കകളെ കാണുകയോ ചെയ്യുന്ന കാക്കകളാണെങ്കിൽ അതിലൂടെയെങ്കിലും ഒരു രക്ഷ ലഭിക്കണം. ഏതുപോലെ സൗദി അറേബ്യയിൽ ആ ഗുഹാമുഖത്തിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയുടെ ഉള്ളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് ഗുഹാമുഖത്തിരുന്ന പ്രാക്കൾക്ക് അത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആളുടെ സ്ഥാനം എത്രയാണ്? അത് പറഞ്ഞാൽ തീരുമോ? ഇല്ലല്ലോ. അപ്പം അത്രയും സ്ഥാനം ആ പ്രാക്കൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ 10 മടങ്ങ് സ്ഥാനമാണ് അതിൻ്റെ ഉള്ളിലുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ആ പേരക്കുട്ടികളായ പ്രാക്കൾക്ക് തിന്നാൻ കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന സൗദി അറേബ്യ, മദീന, ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പ്രാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ്, അതാണ് അതിൻ്റെ കാരണം. അതല്ലെങ്കിൽ എത്രയോ റിയാലുകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റിയാലുകൾ ലാഭം ലഭിക്കാൻ കഴിയും. അവിടെയുള്ള പ്രാക്കളൊക്കെ വെടിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യില്ല, ഒരു പ്രാക്കളും കാഷ്ടിക്കൂല്ല, അവിടെ ഒരു കാട്ടം ഉണ്ടാവില്ല, തീട്ടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കുകയല്ലേ. കാരണം കൂട്ടമായിട്ട് വട്ടമിട്ട് പ്രാക്കൾ വന്നിരുന്ന് അവർക്ക് നെല്ലോ അരിയോ ഗോതമ്പോ ഇട്ട് കൊടുക്കുമ്പോൾ അത് തിന്ന് അവരവിടെ തന്നെ മറക്കിരുന്ന് പോയി. ആ മറക്കിരുന്ന് കണ്ട് അവരൊന്നിച്ച് കൂട്ടമായിട്ട് അവിടുന്ന് പാറിപ്പോകുമ്പോൾ അവിടെ വൃത്തിയാക്കുകയാണ്. നോക്കണം. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമം തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് തന്നെയാണ്. അമീറോ